ഇപ്പം നമ്മുടെ കുട്ടികൾ നന്നായി വളരണമെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ട് അല്ലെങ്കിൽ അവരെ കാട്ടിക്കൊടുക്കേണ്ടത് നമ്മൾ ഭാര്യാഭർത്താക്കന്മാർ എങ്ങനെയാണ് വീട്ടിൽ പെരുമാറേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇപ്പം നല്ലൊരു കുടുംബ ഭദ്രതയ്ക്ക് കുട്ടികൾക്ക് അത് വളർന്നു വരണം, അവർ നല്ല രീതിയിൽ വളരണം, നാളെ നമുക്ക് അവരിൽ നിന്നൊരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത്, അവർ വാശി പിടിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി അവർ ശരിക്കും വാശി പിടിച്ച് കരയും. അവർ ഫുഡ് കഴിക്കാൻ മടി കാണിക്കും. ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പം നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാവുന്ന ഫോണാണ്. പണ്ടെന്ന് പറയുന്ന പ്രകൃതിയെ കണ്ടും കാക്ക കണ്ടും മരങ്ങൾ കണ്ടും കിളികളെ കാണിച്ചും പൂക്കളെ കാട്ടിയും ഒക്കെയാണ്, പാത്ത് കളിച്ചും കണ്ണുപൊത്തി കളിച്ചുമൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് വാരി കൊടുക്കണം. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഫസ്റ്റിലെ അങ്ങോട്ട് ഫോൺ എടുത്ത് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ആ ഫോണെന്ന് പറയുന്നത്, ആ ഒരു സംഭവം എന്ന് പറയുന്നത്, ആ ഫോൺ കയ്യിൽ പിടിച്ച് നമ്മൾ കാണുന്ന അത്രയും നേരം ആ ഫോൺ ഇങ്ങനെ ബാറ്ററിയിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൈകളിലേക്ക് ആ ചൂട് വമിക്കുകയും അതവരുടെ ശരീരത്തിനെ ശരിക്ക് ശരീരം ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ആരും അറിയുന്നില്ല. അത് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതവർ പറഞ്ഞു തരും. എൻ്റെ ഒരു വായിച്ചറിവും കണ്ടറിവും കേട്ടറിവിൻ്റെയും പുറത്ത് പറയുകയാണ്, വല്ലാത്ത ചൂടുണ്ട്. അത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അത് കുട്ടികളുടെ ഞരമ്പുകളിലൂടെ അവരെ അതൊക്കെ ശരിക്കും അവരെ ക്ഷീണിതരാക്കുകയാണ്. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം, മൊബൈൽ കൊടുത്താലുള്ള കാര്യം അങ്ങനെയാണ്. ഭയങ്കര ചൂടാണ്. കുട്ടികൾ കുറച്ച് നേരം ചില ഫോണൊക്കെ, എല്ലാ ഫോണും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഫോണൊക്കെ അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം കുട്ടികൾ ആ ഫോണ് വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ അവനത് താഴെ വെച്ചിട്ട് കാണുന്നത് കാണാം. ചിലപ്പോൾ അവനത് പെട്ടെന്ന് തന്നെ ഈ കയ്യിൽ നിന്ന് മറ്റേ കയ്യിലോട്ട് മാറ്റി പിടിച്ച് കാണുന്നതാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. കാരണം അത് ആ ചൂട് ഉണ്ടായിട്ട് നിങ്ങളത് ഈ ഫുഡ് വാരി കൊടുക്കുന്ന സമയത്തിന് നിങ്ങളത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അത് കുട്ടികളുടെ ഞരമ്പുകൾക്ക് നന്നായിട്ട് ക്ഷതം സംഭവിപ്പിക്കും എന്നാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു വാശി പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, അവർക്ക് എന്താണോ കാണാൻ ഇഷ്ടമുള്ളത് അത് നമ്മൾ, അപ്പോൾ കൊച്ചു പ്രായത്തിൽ നമ്മൾ കാർട്ടൂണൊക്കെ കണ്ട് കൊടുക്കുന്നതിലും അവർക്കുപരി ഇപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ അവർക്ക് ഒന്നും അറിയില്ല എങ്കിൽ കൂടി ആ ഒരു ഫൈറ്റ് കാണാനാണ് താല്പര്യം കാണിക്കുന്നത്. അപ്പം നമ്മൾ ഉടനെ എന്തെങ്കിലും ആയിക്കട്ടെ, അവൻ പറ്റ് കഴിക്കുമല്ലോ, എന്താ അവൻ്റെ